ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത് അക്കോമഡേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുണ്ടായി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഹിസ്റ്ററി, ഹോസ്പിറ്റാലിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് അക്കോമഡേഷൻ രണ്ടും സെയിം ആണെന്ന് പറയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ടേമിലേക്ക് നമ്മൾ എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുണ്ടായി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഹൈറാർക്കി പറഞ്ഞു. അതിനുശേഷം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈറാർക്കി പറഞ്ഞു. പിന്നീട് നമ്മൾ ഫുഡ് ആൻഡ് ബ്യൂറേജ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഫുഡ് ആൻഡ് ബ്യൂറേജ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് ഫുഡ് ആൻഡ് ബ്യൂറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത് ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്താണ് ഫുഡ് ആൻഡ് ബ്യൂറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ക്ലാസിക്കൽ ബ്രിഡ്ജ് അഥവാ ഹൈറാർക്കി പറഞ്ഞു. ഈ പറഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. അതിൻ്റെ ഒരു ഹൈറാർക്കി പറയണ്ടായി. അതിനുശേഷം നമ്മൾ എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. അതിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈറാർക്കി നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുംബൈ താജ് ആക്രമണം എന്ന് പറയുന്ന ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ എക്കോണമി സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത്. വളരെ കൃത്യമായിട്ട് ആ ഇൻസിഡൻറ്റ് നിങ്ങൾ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മുംബൈ താജ് എന്ന് പറയുന്ന ആക്രമണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു എന്ത്, മുംബൈ താജ് ആക്രമണം എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഈ പറയുന്ന ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം അറ്റാക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതിനൊരു പ്രിക്കോസിഷൻ എന്നുള്ള നിലയിൽ വളരെ ടൈറ്റായിട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് ഹോട്ടൽ ഇൻഡസ്ട്രിക്കകത്ത് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തത്. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റർ ദ ഹോട്ടൽ, അതോടൊപ്പം തന്നെ ഹോട്ടലിൻ്റെ അകത്തുള്ള ഗസ്റ്റ്, സ്റ്റാഫ്, ഈ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി, ഇതിനെല്ലാം സെക്യൂരിറ്റി നൽകുക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹോട്ടലിനകത്തുള്ള സ്റ്റാഫ്, വിസിറ്റേഴ്സ്, അതായത് ചില സമയത്ത് ഗസ്റ്റിനെ വന്ന് കണ്ടുപോകുന്ന വിസിറ്റേഴ്സ്, ആ ഒരു ഹോട്ടലിലുള്ള ഈ പറയുന്ന എംപ്ലോയീസ്, ഹോട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബിലോങ്സ്, ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾ, ഇതിനെല്ലാത്തിനും സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പരമപ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹൈറാർക്കിയിലേക്ക് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി മാനേജറാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് സൂപ്പർവൈസേഴ്സ് വരും. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വളരെ കോമൺ ആയിട്ട് 3 ഷിഫ്റ്റുകളാണ് ഉള്ളത്. ഒന്ന്, മോർണിംഗ് നമ്മൾ ഒരു 8 മണിക്ക് കയറി വൈകുന്നേരം ഒരു 5 മണിക്കോ അതല്ലെങ്കിൽ ഒരു 6 മണിക്കോ 7 മണിക്കോ രീതിയിൽ ഇറങ്ങുന്ന രീതിയിലുള്ള ജനറൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ നോർമൽ ഷിഫ്റ്റ്, അതും അല്ലെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ്. രണ്ടാമത്, രാവിലെ ഒരു 8 മണിക്ക് കയറി ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാഫിൻ്റെ മെസ്സ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇറങ്ങുന്നു. രാവിലെ 8 മണിക്ക് നമ്മൾ കയറുന്നു, 1 മണിക്ക് ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇറങ്ങുന്നു. റൂമിൽ പോയിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകിൽ ഒരു 6 മണിക്കോ ഒരു 7 മണിക്കോ തിരിച്ച് നമ്മൾ ജോലിയിലേക്ക് കയറുന്നു. തിരിച്ച് നമ്മൾ ജോലിയിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഒരു 10 മണിക്കോ 11 മണിക്കോ എന്ത് ചെയ്യുന്നു, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ഷിഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, ബ്രേക്ക് ഷിഫ്റ്റ് എന്ന് പറയാം. അതായത് നമ്മൾ രാവിലെ കയറിയിട്ട് ഉച്ചവരെ വർക്ക് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നു, തിരിച്ചു വന്ന് കയറുന്നു, രാത്രി എന്ത് ചെയ്യുന്നു, നമ്മൾ ഇറങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ബ്രേക്ക് ഷിഫ്റ്റ് എന്ന് പറയാം. മൂന്നാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഹോട്ടലിലേക്ക് വരുന്നില്ല, മറിച്ച് നമ്മൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നപ്പോഴാണ് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ ഡ്യൂട്ടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10 മണി വരെയോ 11 മണി വരെയോ ഡ്യൂട്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന തേർഡ് ഷിഫ്റ്റ് ആയിട്ടുള്ള ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റാണ്. നൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണിക്കോ 11 മണിക്കോ 8 മണിക്കോ 9 മണിക്കോ നമ്മൾ രാത്രി ആ ഒരു ഹോട്ടൽ വർക്ക് ചെയ്യുക എന്നുള്ള എയിമോട് കൂടി കയറുന്നു. രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നു. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നോർമൽ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് സ്റ്റാഫ് മെസ്സുകൾ ഉണ്ടായിരിക്കും. അതല്ലാണ്ട് ഗസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കില്ല. സോ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൈറ്റ് നമ്മളവിടെ വർക്ക് ചെയ്തിട്ട് ഏർലി മോർണിംഗ് ഇറങ്ങുന്നു. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4 ഷിഫ്റ്റുകളാണുള്ളത്. ഈ ഷിഫ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സമയത്തുള്ള സെക്യൂരിറ്റീസിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് സൂപ്പർവൈസേഴ്സ് വരുന്നത്.
ഇത്തരം ഓരോ ഷിഫ്റ്റിലും ചിലപ്പോൾ എന്തായിരിക്കും 10-15 ആൾക്കാരുണ്ടായിരിക്കും. ചില പ്രോപ്പർട്ടീസ് ആണെങ്കിൽ 20 ആളുണ്ടായിരിക്കും, ചില പ്രോപ്പർട്ടീസ് ആണെങ്കിൽ 30 ആളുണ്ടായിരിക്കും. ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോപ്പർട്ടി. ചില റിസോർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം 50-60 ഏക്കറിൽ പരന്ന് കിടക്കുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കും. സോ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്ത് വേണ്ടി വരും? സെക്യൂരിറ്റിനെ വേണ്ടി വരും. സോ സ്വാഭാവികമായിട്ട് ഇത്തരം ഷിഫ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് സൂപ്പർവൈസേഴ്സ് വരുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു ഹൈറാർക്കി വരുന്നത്. ഇതിൻ്റെ താഴെ എന്തായിരിക്കും? സെക്യൂരിറ്റി ഗാർഡ്സുകൾ ഉണ്ടായിരിക്കും. നോർമൽ കേസിൽ ഇന്ന് അറ്റ് പ്രസൻ്റ്ലി ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ടൊരു സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക? നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് അവർ എൻ്റർ ചെയ്യിപ്പിക്കുക. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃത്യമായിട്ടുള്ള രീതിയിൽ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. സോ സെക്യൂരിറ്റി മാനേജറാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഹെഡായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹോട്ടലിലേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത്? HR ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നു. ആവശ്യമായിട്ടുള്ള സമയത്ത് എംപ്ലോയീസിനെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എടുക്കുന്നു. അവരെ കൃത്യമായിട്ട് യൂട്ടിലൈസിങ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദ ഹോട്ടൽ. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്വിസിഷൻ നടത്തുന്നു, നമ്മുടെ ഹോട്ടലിലേക്ക് എടുക്കുന്നുണ്ട്, അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴൊക്കെയാണോ ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ചില സമയത്ത് പുതിയ എക്യുപ്മെൻസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ F&B പ്രൊഡക്ഷൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ പീലേഴ്സ് വരുന്നുണ്ട്, പുതിയ ബോയിലേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ടെക്നോളജിയിൽ ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. സോ ഇത്തരം ട്രെയിനിങ്ങുകളെല്ലാം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഈ പറയുന്ന ഒരു എംപ്ലോയി വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ നിലകൊള്ളുന്നത്. ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവരെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അവരെ ഡെവലപ്പ് ചെയ്തൊരു റിസോഴ്സായിട്ട് ഓർഗനൈസേഷൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ആരാണ്? ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് കൃത്യമായിട്ട് സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഇതാണ് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവരുടെ ഒരു ഹൈറാർക്കിയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ സീനിയർ മാനേജർ അല്ലെങ്കിൽ സീനിയർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അതും അല്ലെങ്കിൽ സീനിയർ HR മാനേജർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ചില സമയത്ത് എന്തായിരിക്കും? ഇവർക്കൊരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു അസിസ്റ്റൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ പേഴ്സണൽ ഓഫീസേഴ്സും സൂപ്പർവൈസേഴ്സും ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു ഹൈറാർക്കി നടക്കുന്നത്. ഈ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കോമൺലി കുറച്ചും കൂടെ അറിയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പ്രസ് ചെയ്ത് പറയാത്തത്. ഈ പറയുന്ന പോലെ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടിപ്പിക്കലി ഹാൻഡിൽ എ വെറൈറ്റി ഓഫ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഒരുപാട് രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഈ പറയുന്ന അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്? അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഹോട്ടലിലേക്ക് വരുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന റൂം പേയ്മെൻറ്റുകൾ, ഓൺലൈൻ പേയ്മെൻറ്റുകൾ, അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ് പേയ്മെൻറ്റുകൾ, ബാർ പേയ്മെൻറ്റുകൾ, മറ്റേതൊക്കെ ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് നമുക്ക് ഫണ്ടുകൾ വരാനുള്ളത്, ആ ഫണ്ടുകളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ രീതിയിലേക്കാണ് ഫണ്ട് വരുന്നത്. ചിലപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ റിസർവേഷൻ സൈറ്റുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജൻറ്റ്, ഇത് എക്സാമിന് ചില സമയത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ് ഓൺലൈൻ ട്രാവൽ ഏജൻറ്റ്? പെട്ടെന്ന് പറയുകയാണെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, ഗോ ഐബിബോ, ട്രിവാഗോ, ട്രിപ്പ് അഡ്വൈസർ, booking.com, ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക? ഓൺലൈൻ ട്രാവൽ ഏജൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകൾ എന്ന് പറയാം. ഇത്തരം സൈറ്റുകളൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും? മന്ത് എൻഡിങ്ങിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നത്. സോ ഈ ക്രെഡിറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എവിടെ നിന്നൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് രേഖാമൂലം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. ഇവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സാലറീസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്. അഫ്കോഴ്സ് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് ഈ പറയുന്ന പോലെ ഷീറ്റുകൾ കിട്ടും, സാലറി ഷീറ്റുകളൊക്കെ കിട്ടും. സോ അതൊക്കെ ഡിപ്പെൻഡ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാലറി എല്ലാം എന്ത് ചെയ്യുന്നത്? അവർ വിഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ
ക്രെഡിറ്റുകളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, ഇനി എവിടെ നിന്നൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ഇൻവോയ്സുകൾ തയ്യാറാക്കുന്നത്, അക്കൗണ്ട് ഏതൊക്കെ കിട്ടി, ഏതൊക്കെ കിട്ടാനുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. എൻ്റേത് പ്രോപ്പർട്ടിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്നത്. അതിന് താഴെ കൺട്രോളർ ഉണ്ട്, ട്രഷറർ ഉണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റർ ഉണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ കൺട്രോളറുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഏരിയയാണ് മാനേജറിയൽ അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും, ടാക്സ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ ഓരോ ഇയർ എൻഡിങ് ആവുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സുകളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ എൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൃത്യമായുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓഡിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫങ്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള 7 ഡിപ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഇപ്പം നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു, അതിനുശേഷം നമ്മൾ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിന് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തത് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. നാലാമത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന രീതിയിലുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ പറഞ്ഞത് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആറാമത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ പറഞ്ഞത് HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഏഴാമത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ പറഞ്ഞത് അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ 7 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്ത് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ 7 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എട്ടാമത്തത് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, അവിടെയും പറഞ്ഞ പോലെ തന്നെ അവർക്ക് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോട്ടലിൻ്റെ പ്രൈമറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള റൂംസുകൾ സെയിൽ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, ഫ്രണ്ട് ഓഫീസിൻ്റെ ഡ്യൂട്ടിയാണ്. അറ്റ് ദ സെയിം ടൈം ആരുടെയും കൂടി ഡ്യൂട്ടിയാണ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഡ്യൂട്ടിയാണ്. ഇവർ ഹോട്ടലിൻ്റെ ഈ പറയുന്ന റൂംസുകൾ, അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ബാങ്ക്വറ്റ് ഹാളുകൾ, ഇതിനൊക്കെ മാക്സിമം സെയിൽ ചെയ്യുക, ഹോട്ടലിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ എയിം, അല്ലെങ്കിൽ ആരുടെ ഡ്യൂട്ടി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി. ഇപ്പോൾ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റൂംസുകൾ ഉണ്ടായിരിക്കാം, റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരിക്കാം, ചില സമയത്ത് ഫുഡ് ഫെസ്റ്റിവൽസ് ഉണ്ടായിരിക്കാം, ഈ പറയുന്ന പോലെ ബാങ്ക്വറ്റുകൾ ഉണ്ടായിരിക്കാം, ബാങ്ക്വറ്റ് ഹാളുകളിലൊക്കെ കൃത്യമായിട്ടുള്ള ഫംഗ്ഷൻസുകൾ നടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും അവരെ ഹോട്ടലിലേക്ക് മാക്സിമം കൊണ്ടുവന്ന് നമ്മുടെ ഹോട്ടലിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹോട്ടലിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ വളരെ സിംപ്ലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ F&B പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. സ്വാഭാവികമായിട്ടും ഭക്ഷണം കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും, കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും അല്ലേ. മേ ബി വെജിറ്റബിൾസ് വേണ്ടി വരും, ഈ പറയുന്ന രീതിയിൽ സ്റ്റേഷനറീസ് വേണ്ടി വരും, നൂഡിൽസ് ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വേണ്ടി വരും. ഹോട്ടലിനകത്ത് 5 സ്റ്റാറിനകത്ത് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. നിങ്ങളൊരു മിനി സൂപ്പർ മാർക്കറ്റ് നിങ്ങളുടെ മനസ്സിൽ കാണുക, അത്രയും സാധനങ്ങൾ എന്തുണ്ടായിരിക്കും, അതിനകത്തുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക, പെട്ടെന്ന് ന്യൂഡിൽസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് വേണ്ടി വരും, ന്യൂഡിൽസ് എടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ രീതിയിൽ അത് കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് റോ മെറ്റീരിയൽ എടുക്കണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടുന്ന് നമ്മുടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ന്യൂഡിൽസ് ഇത്ര വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന ഷെഫുമാർ എന്ത് ചെയ്യണം, ഓൾറെഡി സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ ആ സാധനം എടുത്ത് തരുള്ളൂ. അതല്ലാണ്ട് നമ്മൾ നോർമലി പോയിട്ട് ന്യൂഡിൽസിന് ഓർഡർ ഉണ്ട്, കുറച്ച് ന്യൂഡിൽസ് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് തരില്ല. സോ ഈ രീതിയിലുള്ളൊരു കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അത്തരം പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നു, അവിടെ നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നു, നമ്മുടെ കിച്ചണിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. മേ ബി ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് ഒരു നൈഫ് വേണം, അല്ലെങ്കിൽ ഒരു സിസേഴ്സ് വേണം, അതും അല്ലെങ്കിൽ കുറച്ച് നാപ്കിൻസ് വേണം, ടിഷ്യൂ പേപ്പേഴ്സ് വേണം. ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറിൽ നിന്നാണ് എടുക്കുക. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പരമപ്രധാനമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിക്വയറിംഗ് ദ ഇൻവെൻട്രീസ് ഓഫ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ഹോട്ടൽ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അവർ പർച്ചേസ് ചെയ്തിട്ട് അവരുടെ സ്റ്റോറിലാണ് വെക്കുന്നത്.
ഇപ്പോൾ ഈ പറയുന്ന വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, അത് ഈ പറയുന്ന F&B പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടും. കാരണം അത് അവിടെ വെക്കേണ്ട കാര്യമില്ല അല്ലേ. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഡേ ടു ഡേ യൂസിന് ഉപയോഗിക്കുന്നതാണ്, ലോങ് ലാസ്റ്റിംഗ് അല്ലതാണ്. നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഈ പറയുന്ന രീതിയിൽ വെജിറ്റബിൾസ് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും ഇല്ല. മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിനപ്പുറത്തേക്ക് നമ്മൾ എടുത്തു വെക്കില്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വെജിറ്റബിൾസ് ഒക്കെ ഡയറക്റ്റ്ലി കിച്ചണിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ന്യൂഡിൽസുകളുടെ ഒരുപാട് വെറൈറ്റീസ് വരാം, സോസുകളുടെ ഒരുപാട് വെറൈറ്റീസ് വരാം, ടൊമാറ്റോ പ്യൂരി പോലെയുള്ള ക്യാനുകളിൽ വരുന്ന, ടിന്നുകളിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് എവിടെ കാണാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിനകത്ത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ പെർമിഷനോട് കൂടി ഓട്ടോമാറ്റിക്കലി ഹോട്ടലിനകത്ത് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സോഫ്റ്റ്വെയറുകൾ കൂടെ ഈ പറയുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു തരും. അത്തരം സാധനങ്ങളെ നമ്മളുടെ ഹോട്ടലിനകത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വെരി ഫൈനലി ഇൻഫർമേഷൻ ടെക്നോളജി IT സിസ്റ്റംസ്. ചില സമയത്ത് ഇത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് മാറാറുണ്ട്. ചില സമയത്ത് ഇത് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും. ചില സമയത്ത് ഇതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് ഒരു 3-4 സ്റ്റാഫുകളൊക്കെ ഉള്ള ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് മാറാറുണ്ട്. അത്തരം സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി IT സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു സെപ്പറേറ്റ് ചെയ്യാറുള്ളത്. നോർമലി ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷനാണ്. എല്ലാ സോഫ്റ്റ്വെയർസും എന്ത് ചെയ്യേണ്ടി വരും, ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിക്കകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഹോട്ടൽ വേൾഡ് ഉണ്ട്, ഹോട്ട് സോഫ്റ്റ് ഉണ്ട്, ഒപ്പേര ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന പോലെ, ആപ്പിളിൻ്റെ iOS ഉപയോഗിക്കുന്ന പോലെ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ അകത്തുള്ള ബില്ലിങ്ങും ഈ പറയുന്ന ചെക്കിനും ചെക്കൗട്ടും ഒക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജികൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരം ഇൻഫർമേഷൻ ടെക്നോളജികൾ കൃത്യമായിട്ടുള്ള സമയത്ത് അപ്ഗ്രേഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മൾക്ക് ബിസിനസ് സെൻറ്റേഴ്സ് ഹോട്ടലിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇത്തരം ബിസിനസ് സെൻറ്ററുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുമല്ലെങ്കിൽ ടെലഫോൺ നെറ്റ്വർക്കുകൾ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അതുമല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലെ വൈഫൈയുടെ കൺട്രോളിങ്, ഇങ്ങനെ അതുമല്ലെങ്കിൽ CCTV ഫൂട്ടേജിൻ്റെ കൺട്രോളിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് IT സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പറയാനുള്ളത്. ചില ഹോട്ടലുകളിൽ എന്തായിരിക്കും ഇത് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് തന്നെ നിലനിൽക്കാറുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട്. ഇനി എൻ്റെ ഹോട്ടലിൻ്റെ ഒരു ഹൈറാർക്കി പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു ഇതിലത് വർക്ക് ചെയ്ത് കാണുന്നില്ല. എനിവേ ഞാൻ ഓർഡർ ഇട്ട് തരുമ്പോൾ അതിൽ കാണിച്ചു തരാം. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. എനിവേ ഇതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയും. ഇപ്പം നമ്മളൊരു ഹോട്ടൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആളെന്ന് നമ്മളെന്ത് പറയുന്നത്, മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ MD എന്ന് പറയുന്നു. അതിൻ്റെ താഴെ എന്തായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ എന്തായിരിക്കും, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ എന്ത് വരും, ജനറൽ മാനേജർ വരും. അതിൻ്റെ താഴെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ വരും. ഇപ്പോൾ F&B ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ പേരെന്താണ്, F&B മാനേജർ എന്നുള്ള രീതിയിൽ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജർ എന്ന് പറയുന്നു. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് മാനേജർ എന്ന് പറയുന്നു. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചീഫ് എഞ്ചിനീയർ വരുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് HR മാനേജർ വരുന്നു. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് അക്കൗണ്ട് മാനേജർ വരുന്നു. ആൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റി മാനേജേഴ്സ് വരുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഹൈറാർക്കി വരുന്നത്. ഏറ്റവും ടോപ്പിൽ എൻ്റേത് ഹോട്ടൽ നമ്മൾ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ മാനേജിങ് ഡയറക്ടർ അഥവാ MD ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ ജനറൽ മാനേജർ അഥവാ GM ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹോട്ടലിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ചോദിക്കാറുണ്ട്, മുമ്പും ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എൻ്റയർലി ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് പറഞ്ഞു. ചെക്ക് ഇൻ ചെക്കൗട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു ഗസ്റ്റ് വരുന്നു, ആ ഗസ്റ്റിൻ്റെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. ആ ഗസ്റ്റിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ GRCയിൽ കളക്ട് ചെയ്തെടുക്കുന്നു, റൂം കീ കൊടുക്കുന്നു, ആ ഗസ്റ്റ് റൂമിലേക്ക് എത്തുന്നു. ഈ ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെക്ക് ഇൻ എന്ന് പറയുന്നത്. ചെക്കൗട്ട് എന്ന് പറയുന്നത് ഗസ്റ്റ് റൂമിൽ സ്റ്റേ ചെയ്തു, ഭക്ഷണം കഴിച്ചു, 2-3 ദിവസം സ്റ്റേ ചെയ്ത് തിരിച്ചു വന്ന് അദ്ദേഹം എന്ത് ചെയ്യണം, റൂം വെക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബില്ല് കൊടുത്ത് പുറത്തിറങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ചെക്കൗട്ട് എന്ന് പറയാം. ഇതൊരു ടെക്നിക്കൽ ടേമാണ്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലൊന്ന് വെച്ചേക്കുക കേട്ടോ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്.
എൻ്റേത് പ്രോപ്പർട്ടിയെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ എന്ത് പറയുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് നമുക്ക് പറയാനുള്ളത് ഫുഡ് ആൻഡ് ബ്യൂറേജ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിന് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഫുഡ് ആൻഡ് ബ്യൂറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫുഡ് ആൻഡ് ബ്യൂറേജ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഹോട്ടലിൽ വളരെ ഗ്ലാമറസ് ആയിട്ടൊരു പൊസിഷനാണ് എന്ത് എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് F&B സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫുഡ് ആൻഡ് ബ്യൂറേജ് മാനേജർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് F&B സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ പേര്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നാലാമത്തത് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ചീഫ് എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഹെഡായിട്ട് വരുന്നത്. എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റേത് പ്രോപ്പർട്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളും എഞ്ചിനീയറിംഗ് കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് ചീഫ് എഞ്ചിനീയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എൻ്റേത് പ്രോപ്പർട്ടിയുള്ള ഗസ്റ്റിൻ്റെയും വിസിറ്റേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും അവിടെ വന്നു പോകുന്ന എല്ലാ ആൾക്കാരുടെയും അതോടൊപ്പം തന്നെ എൻ്റേത് പ്രോപ്പർട്ടിയുടെ ബിലോങ്സിൻ്റെയും പ്രിമൈസസിൻ്റെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മാനേജറാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് HR ഡിപ്പാർട്ട്മെൻറ്റാണ്, അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റാഫിന് അക്വിസിഷൻ നടത്തുന്നുണ്ട്, സ്റ്റാഫിനെ നമ്മൾ എടുക്കുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്, കൃത്യസമയങ്ങൾ അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർ റിസോഴ്സായിട്ട് മാറ്റിയിട്ട് ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിലകൊള്ളുന്നത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സീനിയർ മാനേജർ HR അല്ലെങ്കിൽ സീനിയർ HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മുടെ എൻ്റേത് പ്രോപ്പർട്ടിയിൽ വരുന്ന അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ ആ അക്കൗണ്ട്സ് കൃത്യമായിട്ട് നോക്കുക. നമുക്ക് വരാനുള്ള പേയ്മെൻറ്റുകൾ, നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻറ്റുകൾ, നമുക്ക് ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഇനി എന്താ പറയുക പേയബിൾ ആകേണ്ടതുണ്ടോ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡാറ്റയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീസിലെ പ്രൈമറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള റൂംസുകൾ, റെസ്റ്റോറൻറ്റുകൾ, സർവീസുകൾ, ബാങ്ക്വറ്റ് ഹാളുകളൊക്കെ മാക്സിമം സെയിൽ ചെയ്ത് ഹോട്ടലിനെ പ്രോഫിറ്റ് ആക്കുക എന്നുള്ള നിലയിലാണ് നമ്മളെന്ത് പറഞ്ഞത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണെന്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒമ്പതാമത്തത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് ഹോട്ടലിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമ്മളെന്ത് പറയുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പത്താമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി IT സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ്. ഹോട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെക്നോളജിക്കലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന ടെലഫോൺ സിസ്റ്റം, ടെക്നോളജി, ബിസിനസ് സിസ്റ്റം, അതോടൊപ്പം തന്നെ ഒരു IT സപ്പോർട്ട് എൻ്റേത് പ്രോപ്പർട്ടീസിന് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഏരിയാസും, ടെക്നോളജിക്കൽ പരമായിട്ടുള്ള എല്ലാ ഏരിയാസും കൃത്യമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് IT സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഇത് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കാറുള്ളത്. ഇങ്ങനെ 10 ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഡീപ്പായി പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടേം, ഇപ്പോൾ ചെക്ക് ഇൻ ആയിക്കോട്ടെ, ചെക്കൗട്ട് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ GRC ആയിക്കോട്ടെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടേം നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അത് ചോദിച്ച് മനസ്സിലാക്കുക. അത്ര അധികം എടുത്തു തീർക്കാനുള്ള അത്ര വലിയ വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. എനിവേ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.